നമസ്കാരം. ഇന്ത്യയിലെ നാലാമത്തെ വലിയ വിമാന കമ്പനിയാണ് സ്പൈസ് ജെറ്റ്. ഈ വിമാന കമ്പനി നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബജറ്റ് എയർലൈൻസുകളിൽ ഒന്നാണ്. ജെറ്റ് എയർവേസും കിങ്ഫിഷറും അടക്കം നിരവധി എയർലൈനുകൾ പൊളിഞ്ഞു പോയപ്പോഴും പിടിച്ചു നിന്നു ഈ കമ്പനി. 2004 ആരംഭിച്ച 2005 പറന്നു തുടങ്ങിയ ഹരിയാന ആസ്ഥാനമായ ഈ വിമാന കമ്പനി അജയ് സിംഗ് എന്ന പേരുള്ള ഒരാളാണ് തുടങ്ങിയത്. പിൽക്കാലത്ത് നഷ്ടത്തിൽ പോയപ്പോൾ മുരശലി മാരൻ അത് ഏറ്റെടുക്കുന്നു. എന്നാൽ 2015 മുരശലി മാരൻ അത് തിരിച്ച് അജയ് സിംഗിന് തന്നെ കൊടുക്കുന്നു. ഇന്നും ഹരിയാന ആസ്ഥാനമായി സ്പൈസ് ജെറ്റ് പ്രവർത്തിക്കുകയാണ്. എന്നാൽ നിരവധി സാമ്പത്തിക ബാധ്യതകളുണ്ട്. സ്പൈസ് ജെറ്റിന്റെ കടക്കാർ പല കോടതികളിലും കേസ് കൊടുത്തിരിക്കുന്നു. പാപ്പരാക്കണം എന്ന ആവശ്യം പോലും അവർ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ അനിശ്ചിതത്വത്തിൽ തുടരുന്നൊരു വിമാന കമ്പനിയാണ് സ്പൈസ് ജെറ്റ്. ഈ അനിശ്ചിതത്വം അവരെന്തിനാണ് പാവപ്പെട്ട യാത്രക്കാരുടെ തലയിലേക്ക് തള്ളിക്കയറ്റുന്നത് എന്ന് മാത്രം പിടികിട്ടാത്തതുള്ളൂ. നമുക്കറിയാം, ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ പ്രവാസികളുടെ അവധിക്കാലമാണ്. ഗൾഫിലാണെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിലും ഈ മാസങ്ങളിൽ അവധിയുള്ളതുകൊണ്ട് യാത്രക്കാരുടെ എണ്ണം കൂടുതലാണ്. വലിയ നിരക്കാണ്. 2 ഇരട്ടിയും 3 ഇരട്ടിയും ഒക്കെയാണ് വിമാനയാത്രയുടെ നിരക്ക്. അതുകൊണ്ട് തന്നെ എവിടെ നിരക്ക് കുറഞ്ഞ വിമാന സർവീസ് ഉണ്ടാവുമോ അങ്ങനെ യാത്ര ചെയ്യാനാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കോട്ടയം, എറണാകുളം, ഇടുക്കി ഭാഗത്തുള്ളവരൊക്കെ പൊതുവെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിലും ആ ഭാഗത്ത് താമസിക്കുന്ന ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് മലയാളികൾ പലപ്പോഴും തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുക്കുന്നത് കൊച്ചിയേക്കാൾ നിരക്ക് കുറവ് തിരുവനന്തപുരത്തുള്ളതുകൊണ്ടാണ്. അങ്ങനെ പരമാവധി നിരക്ക് കുറഞ്ഞ യാത്രയെ ആശ്രയിക്കുകയാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ സ്പൈസ് ജെറ്റിലും എയർ ഇന്ത്യയിലും എയർ ഇന്ത്യ എക്സ്പ്രസിലും ഒക്കെ നമ്മൾ നിവൃത്തി കിട്ടി യാത്ര ചെയ്യും. ഇങ്ങനെ യാത്രക്കാരെ കിട്ടുമ്പോൾ നഷ്ടപ്പെട്ട സൽപ്പേര് തിരിച്ചെടുക്കാനാണ് ഈ വിമാന കമ്പനികൾ ശ്രമിക്കേണ്ടത്. പക്ഷേ സ്പൈസ് ജെറ്റിന് അത്തരമൊരു ആഗ്രഹമേ ഇല്ല. അവർ യാത്രക്കാരോട് അതിക്രൂരമായി പെരുമാറുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സ്പൈസ് ജെറ്റിന്റെ ഒരു വിമാനവും നേരെ ചൊവ്വേ സർവീസ് നടത്തുന്നില്ല. അത് ദുബായിൽ നിന്ന് കരിപ്പൂരിലേക്കുള്ളതാണെങ്കിലും കൊച്ചിയിലേക്കുള്ളതാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ സമയനിഷ്ഠ കൃത്യമായി പാലിക്കാതെ, ആളുകളോട് ഒരു വിവരവും കൃത്യമായി പങ്കുവയ്ക്കാതെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യത്തിൽ സ്പൈസ് ജെറ്റ് മുമ്പിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കുക, എല്ലായിടത്തും പരാതിയാണ്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എല്ലാ വിമാനങ്ങളും വൈകി ഓടുന്നതായി കാണാം. അതും 1-2 മണിക്കൂർ വൈകിയല്ല ഓടുന്നത്. മണിക്കൂറുകളും ദിവസങ്ങളും വൈകുന്നു. അപ്രതീക്ഷിതമായി ക്യാൻസൽ ചെയ്യുന്നു. ഇക്കഴിഞ്ഞ 17-ാം തീയതി കരിപ്പൂരിൽ നിന്ന് ദുബായ്ക്കുള്ള വിമാനം ഒരറിയിപ്പുമില്ലാതെ റദ്ദാക്കി. പൂനെയിൽ നിന്നുള്ള വിമാനം റദ്ദാക്കി. ഇതൊക്കെ വാർത്തകൾ നമ്മുടെ പത്രങ്ങളിലുണ്ട്. എല്ലാ ദിവസങ്ങളും ഈ വിമാനത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. കഴിഞ്ഞ 2-3 ദിവസമായി ദുബായിൽ നിന്നും കൊച്ചിയിലേക്കുള്ള വിമാനം അത് യാത്രക്കാരോട് ചെയ്യുന്ന ദ്രോഹത്തിനൊരു കൈയും കണക്കുമില്ല. ഇന്നലെ ഉച്ചയ്ക്ക് 3:40 പുറപ്പെടേണ്ട കൊച്ചിയിലേക്കുള്ള വിമാനം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും പുറപ്പെട്ടിട്ടില്ല. ഈ വീഡിയോ ചെയ്യുന്നതിന് മുൻപ് പരിശോധിക്കുമ്പോൾ പറയുന്നത് രാവിലെ 8:15 പുറപ്പെടുമെന്നാണ്. പക്ഷെ അത് പുറപ്പെടുമോ വൈകുമോ എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. ഓർക്കണം, ഇന്നലെ വൈകുന്നേരം 3:40 പുറപ്പെടേണ്ട വിമാനമാണ്. ആളുകൾ ഈ വിമാനത്താവളത്തിലെത്തും. വിമാനത്താവളത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് അറിയുന്നത് ഇത് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഡിലേ ആവുന്നത്. ഇന്ന് രാവിലെ 8:15 ഈ വീഡിയോ ചെയ്യുമ്പോഴും അത് എത്തിയിട്ടില്ല. അത് ആ സമയത്ത് വരുമെന്ന് ഉറപ്പില്ല. കാരണം മിനിഞ്ഞാന്നത്തെ അനുഭവം അത് വ്യക്തമാക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളായ ദമ്പതികൾ രജനീഷും ഷെറിനും, ഇവർ രണ്ടുപേരും മിനിഞ്ഞാന്ന്, അതായത് 18-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3:40 ദുബായിൽ നിന്ന് പുറപ്പെടേണ്ട വിമാനത്തിലുണ്ടായിരുന്നു. അത് 18-ാം തീയതി വൈകുന്നേരം 9:20 നെടുമ്പാശ്ശേരിയിൽ എത്തേണ്ടതാണ്. ഇന്നലെ, അതായത് 19-ാം തീയതി കൊച്ചിയിലുള്ള ഒരു അടിയന്തര മീറ്റിംഗിന് വേണ്ടിയായിരുന്നു അവർ ആ വിമാനത്തിൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് പുറപ്പെട്ടത്. നമുക്കറിയാം, ഓണക്കാലമാണ്, വലിയ നിരക്കാണ്. ഇതിനൊക്കെ ക്യാൻസൽ ചെയ്യുമ്പോൾ റിട്ടേൺ കൊടുക്കുമെന്ന് ഇവർ പറയും. പക്ഷേ റിട്ടേൺ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? മറ്റൊരു ടിക്കറ്റ് കിട്ടുമോ? 3 ഇരട്ടി വീണ്ടും കൊടുക്കണം പുതിയ ടിക്കറ്റ് കിട്ടാൻ. എന്തായാലും അവർ ഇന്നലെ 3:40 വേണ്ടി ഏതാണ്ട് 12 മണി കഴിഞ്ഞപ്പോൾ വിമാനത്താവളത്തിലെത്തുന്നു. ഇറാൻ യുദ്ധം നടക്കുന്നത് കൊണ്ട് 3 മണിക്കൂറിന് മുമ്പ് എത്തണമെന്നാണ് ചട്ടം. നമ്മൾ അല്പം വൈകിപ്പോയാൽ നമ്മൾ എടുത്തെന്ന് വരില്ല. എനിക്ക് അനുഭവമുണ്ട്. 1 മണിക്കൂർ മുമ്പാണ് ഡൊമസ്റ്റിക് വിമാനത്താവളത്തിൽ എത്തേണ്ടത്. ഞാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തു നിന്നും ബാംഗ്ലൂർക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ 3 മിനിറ്റ് വൈകിപ്പോയത് കൊണ്ട് എന്നെ കയറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് പരിചയമുള്ള അദാനിയുടെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ മാനേജർ മഹേഷ് ഗുപ്തൻ ഇടപെട്ടിട്ടാണ് യാത്ര ചെയ്യാൻ അനുവദിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർ 3 മണിക്കൂർ മുമ്പ് അവിടെ എത്തുകയാണ്. 3:40 വേണ്ടി 12 മണി കഴിയുമ്പോൾ അവിടെ എത്തുകയാണ്. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് വിമാനം ലേറ്റാണ്. എത്ര നേരം ലേറ്റാണ് എന്ന് വ്യക്തമായി പറയുന്നില്ല. 2 മണിക്കൂർ 3 മണിക്കൂർ ലേറ്റ് എന്ന് പറയും. കാത്തിരിക്കുന്നു. അങ്ങനെ ഇവരടക്കം ഈ യാത്ര ചെയ്യേണ്ട വിമാനയാത്രക്കാരെല്ലാം അവിടെ കുത്തിയിരുന്നു. വിമാനത്താവളത്തിൽ കാത്തിരുന്നു. ഒരു സൗകര്യം ചെയ്തു കൊടുക്കില്ല, ഹോട്ടൽ കൊടുക്കില്ല. 2-3 മണിക്കൂർ ഡിലേ കാണിക്കും. ആ സമയമാകുമ്പോഴേക്കും വീണ്ടും ഡിലേ കാണിക്കും. എപ്പോഴാണ് ബോർഡിംഗ് ചെയ്യുന്നത് അറിയാതിരിക്കും. അങ്ങനെ മാറി മാറി രാവിലെ 3:45, ഇന്നലെ രാവിലെ 3:45 പുറപ്പെടും എന്ന് അന്തിമമായി പറയുന്നു. ഈ അനൗൺസ്മെൻറ്റുകളൊക്കെ വരുന്നു. ചെക്കിനെല്ലാം കഴിയുന്നു. വിമാനത്തിൽ ആളുകളെ കയറ്റിയിരുത്തുന്നു 3:45 പുറപ്പെടാൻ വേണ്ടി. തലേദിവസം 3:40 പുറപ്പെടാൻ 12.5 മണിക്കൂർ വൈകി രാവിലെ 3:45 വിമാനത്തിൽ കയറിയിരിക്കുന്നു. പക്ഷെ വിമാനത്തിൽ കയറിയിരുന്നിട്ടും വിമാനം എടുക്കുന്നില്ല. വിമാനം പിന്നെയും ഡിലേ ആകുന്നു. 1.25 മണിക്കൂർ കൂടി വൈകുമെന്ന് പറയുന്നു. അവർ വിമാനത്തിൽ തന്നെ ഇരിപ്പുറപ്പിക്കുകയാണ്.
അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്നിട്ടോ ഒരു വെള്ളം പോലും കുടിക്കാൻ കൊടുക്കുന്നില്ല. വിമാനത്തിനകത്ത് AC ഇട്ടിട്ടില്ല. കാരണം വിമാനത്തിന് ഇന്ധനം നിറച്ചിരിക്കുന്നത് അത് പ്രവർത്തിക്കാൻ മാത്രമുള്ളതാണ്. അത് ഒരിക്കലും വിമാനം നിർത്തിയിടുമ്പോൾ AC ഇടില്ല. അതാണ് പൊതുവെ. AC ഇടാതെ വിമാനം നിർത്തിയിരിക്കുന്നു. ആ ആളുകൾ അവിടെ നിന്ന് വിയർക്കുന്നു. എപ്പോൾ പോകുമെന്ന കാര്യത്തെക്കുറിച്ച് ധാരണയില്ല. കുടിക്കാൻ വെള്ളം പോലും കൊടുത്തില്ല. ആ ഇരിപ്പ് ഇരുന്നത് രാവിലെ 9:30 വരെയാണ്. എന്നിട്ട് ഇന്നലെ 9:30 വിമാനം പുറപ്പെടുന്നത്. എന്നിട്ട് ഉച്ചയ്ക്ക് 1:30 എത്തുന്നത്. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ വിമാനം ജീവനക്കാർ കൈമലർത്തുകയാണ്. പോകുമെന്ന് പറയുകയാണ്. Including me, most of the ladies are 6:30, sir. yeah. We have to take our medicines. We have to have our breakfast on proper time. Is there any arrangement? No, ma'am, there is no arrangement because we have been Then not what? catered for this. Another if you are starting now only, okay. In that case also we have to travel another 4 hours, right? Yeah. What will we do? So, At least you allow us to use the airport. so ma'am, if you open the door right now, the aircraft will be more delayed because our slots will be missed. So there's a sequence. Once they close the door, then only that sequence is followed. Then so what about the travelers? What about the passengers? Exactly. I really feel bad about that, and ma'am, if I could do something about it, I would really help you with the same. As we So have at least water, arrange some food or something. ma'am, we have stopped service since past many months. If we do have something, we would have helped you with the same. Okay. എന്തായാലും വളരെ കഷ്ടമാണ്. ഇങ്ങനെ ഒരു മനുഷ്യരോടും ചെയ്യരുത്. മനുഷ്യർ അത്യാവശ്യത്തിന് വേണ്ടിയായിരിക്കും നാട്ടിലേക്ക് വരുന്നത്. തുടർച്ചയായി ഇങ്ങനെ യാത്ര മുടങ്ങിയാൽ എന്ത് ചെയ്യും? ഏതെങ്കിലും സാങ്കേതിക കാരണം കൊണ്ടാണെങ്കിൽ മനസ്സിലാക്കാം. എന്താണ് കാരണമെന്ന് പോലും വ്യക്തമാക്കുന്നില്ല. എന്തുകൊണ്ട് സ്പൈസ് ജെറ്റിന് മാത്രമേ ഗതികേട്? ഇന്നലെ പുറപ്പെടേണ്ട വിമാനത്തിന്റെ അവസ്ഥയും ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആരും ഈ വിമാനത്തിൽ കയറരുതേ, ഞങ്ങൾ പൂട്ടാൻ പോവുകയാണെന്ന സന്ദേശമാണോ നിങ്ങൾ കൊടുക്കുന്നത്? ഒരിക്കലും ഒരു യാത്രക്കാരോടും ഇങ്ങനെ ചെയ്യരുത്. അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുത്തേ മതിയാവൂ. അങ്ങേയറ്റം കഷ്ടമാണ് വിമാനയാത്രക്കാർ. ഒരുപാട് സ്വപ്നത്തോടുകൂടി നാട്ടിലേക്ക് വരാനിരിക്കുന്ന വിമാനയാത്രക്കാരോട് ഇങ്ങനെ ചെയ്യുന്നത്. ഷെറിൻ ഉൾപ്പെടെയുള്ള 3 യാത്രക്കാർ അവരുടെ ദുരിതങ്ങൾ പങ്കുവയ്ക്കുന്നത് കൂടി കേൾക്കുക. മോർ അവേഴ്സായി ഞങ്ങൾ ഇതിനകത്തിരിക്കുന്നു. പ്രായമായവർ ഒരുപാട് പേരുണ്ട്. ഞങ്ങൾക്ക് ഫുഡില്ല, ഉറക്കമില്ല, ഞങ്ങൾക്ക് ബാത്റൂം സൗകര്യമില്ല, AC ഇല്ലായിരുന്നു, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അറ്റ്ലീസ്റ്റ് ഞങ്ങളെ ഇവിടെ നിന്ന് പുറത്തിറങ്ങി എയർപോർട്ടിനകത്തൊന്നാക്കി തന്നാൽ മതിയായിരുന്നു. തണുത്ത വെള്ളമെങ്കിലും കുടിക്കായിരുന്നു. ഒരു വെള്ളം തരുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഫുഡ് വേണ്ടേ? ഫുഡ് കഴിച്ചിട്ട് മരുന്ന് കഴിക്കേണ്ടവരാ. എത്ര പ്രായമുള്ളവർ ഇതിനകത്തുണ്ടെന്നറിയാം. ഇഷ്ടംപോലെ കുട്ടികളും ഉണ്ട്. ഞങ്ങൾ ഈ സിറ്റുവേഷനിൽ ഞങ്ങൾ ആരെ കോണ്ടാക്ട് ചെയ്യണം? ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? 3:40 ഉച്ചയ്ക്ക് പോകേണ്ടതാണ് ഫ്ലൈറ്റ്. അപ്പം ഉച്ചയ്ക്ക് പോകേണ്ട ഫ്ലൈറ്റ് അവസാനം 12 മണിക്കൂർ ഡിലേ ആയിട്ട് ഉച്ചയ്ക്ക് രാവിലെ 3 മണിക്കാണ് ഫ്ലൈറ്റ് പോകാൻ റെഡിയായത്. അങ്ങനെ നമ്മൾ അകത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 2-3 മണിക്കൂറായി. കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിനകത്തിൽ ക്യാൻസർ പേഷ്യൻ്റും ഉണ്ട്, പല തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ തന്നെ എനിക്കും ഒരു എമർജൻസി ആയിട്ട് ഞാൻ പോവുകയാണ് നാട്ടിൽ. പക്ഷേ ഇതിപ്പോൾ അവർക്ക് ഇപ്പോഴും അറിയില്ല എത്ര മണിക്ക് പോകാൻ പറ്റുമെന്ന്. അവർക്ക് ഇപ്പോഴും കൃത്യമായിട്ടൊരു സമയം പറയാൻ പറ്റുന്നില്ല. ഇതാണ് അവസ്ഥ. ഡിലേക്കാളൊക്കെ അപ്പുറത്ത് ഈ ഒരു ഫ്ലൈറ്റ് ഡിലേ വരുമ്പോഴത്തേക്ക് ആളുകൾ ഫേസ് ചെയ്ത ഒരു വളരെ വളരെ സങ്കടകരമായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഉച്ചയ്ക്ക് 3:30 ഉണ്ടായിരുന്ന ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ ലേറ്റാക്കി വെളുപ്പിനെ പുലർച്ചെ 3:45 നമ്മൾക്ക് ബോർഡിംഗ് ചെയ്യാൻ പറ്റിയത്. ബോർഡിംഗ് ചെയ്ത് നമ്മൾ ആളുകൾ കയറിയതിന് ശേഷം, ഫ്ലൈറ്റിലേക്ക് കയറിയതിന് ശേഷം പിന്നെ ഉണ്ടായ സംഗതികളാണ്. അരമണിക്കൂറായി, 3/4 മണിക്കൂറായി, 1 മണിക്കൂറായി, അങ്ങനെ ഏകദേശം 2-2.5 മണിക്കൂറോളം ആളുകൾ ഫ്ലൈറ്റിനുള്ളിൽ തന്നെ ഇരിക്കുക. AC പോലും ഓണല്ല. കുടിക്കാൻ വെള്ളം ഒരുപാട് നേരം ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഓരോ ഗ്ലാസ് വെള്ളമെങ്കിലും അവർക്ക് തരാൻ സാധിച്ചത്. ആളുകൾ രാത്രി മുഴുവൻ ആഹാരം കഴിക്കാതിരിക്കുന്ന ആളുകളുണ്ട്. ക്യാൻസർ പേഷ്യൻസ് ഉണ്ടായിരുന്നു. മരണം അറിഞ്ഞിട്ട് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ സങ്കടമാണ് നമുക്ക് കാണാൻ പറ്റിയത്. ആ ഫ്ലൈറ്റിൽ മൊത്തം ഉണ്ടായിരുന്നതിൽ എനിക്കതൊരു 40% മേലെ സ്ത്രീകളാണ്. പലർക്കും രാവിലെ മരുന്ന് കഴിക്കാനുണ്ട്. അവരൊക്കെ ഒരുപാട് സങ്കടപ്പെടുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടു. പൈസ കൊടുത്താൽ പോലും വാങ്ങാനായിട്ട് ആ ഫ്ലൈറ്റിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരതിനുള്ള യാതൊരു തയ്യാറെടുപ്പുകളും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ ഒരു ഫ്ലൈറ്റ് ഡിലേ വരുന്നു, പക്ഷെ അവർ ഒരു പ്രിക്കോഷനും അതിനു വേണ്ടിയിട്ട് എടുക്കാതെ ആളുകളെ കൊണ്ട് യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നു. ഇതിനൊക്കെ എതിരെ ആരോട് പരാതിപ്പെടണം? പരാതിപ്പെട്ടാൽ എന്ത് ഗുണം? നമ്മൾ വീണ്ടും കമ്പനികൾക്ക് മെയിൽ അയക്കുന്നുണ്ട്, അതിന് യാതൊരു മറുപടിയും വരാറില്ല. പക്ഷെ ഇത് മുമ്പോട്ട് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നാൽ എങ്ങനെ ആളുകൾ ഇത് ഫേസ് ചെയ്യും? വളരെ സങ്കടകരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു ഇന്ന് എന്തായാലും നമ്മൾ ഈ ഒരു വിമാനയാത്രയിൽ നമുക്ക് അനുഭവപ്പെട്ടത്.